പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിനെതിരെ ഫ്ലക്സ് ബോർഡ്. മണ്ഡലത്തിൽ കഴിവുള്ളവർ ഉള്ളപ്പോൾ കോഴിക്കോട് നിന്നൊരു പേയ്മെന്റ് സീറ്റ് വേണ്ടെന്നാണ് ഫ്ലക്സ്. മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജില്ല വിട്ടു വന്നത് എന്നും ഫ്ലക്സ് ബോർഡിൽ വിമർശനം. കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും പോസ്റ്ററിൽ വിമർശനം. പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് പോരാളികൾ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് ഉള്ളത്. ജംഷീർ കോടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, നജീബ് കാന്തപുരത്തിനെതിരെയുള്ള വലിയ വിമർശനങ്ങളൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളും കൂടി ആ ഫ്ലക്സ് ബോർഡിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു? തീർച്ചയായിട്ടും ഈ മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണയിലെ നേതാക്കന്മാരുടെ പേര്, അവരുടെ ചിത്രങ്ങളും ഉൾപ്പെടെ നൽകിക്കൊണ്ട് മണ്ഡലത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള യുവ നേതാക്കൾ ഉള്ളപ്പോൾ എന്തിനാണ് കോഴിക്കോട്ട് നിന്ന് ഒരു പേയ്മെന്റ് സീറ്റ് മണ്ഡലത്തിൽ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും, അത് പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് പോരാളികൾ എന്ന പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡ് ഉള്ളത്. ഈ പേയ്മെന്റ് സീറ്റ് നൽകുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന തരത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും വിമർശനമുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ, അതായത് സ്വന്തം മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ജില്ല മാറി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യം ഇക്കാര്യത്തിനെതിരെയും, അതായത് ഇത്തരത്തിൽ സ്വന്തം മണ്ഡലത്തിൽ കഴിവ് തെളിയിക്കാൻ കഴിയാത്ത ഒരാൾ ഇങ്ങനെ പെരിന്തൽമണ്ണയിൽ വന്ന് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ തവണ അങ്ങനെ ഒരു പേയ്മെന്റ് സീറ്റിന് സാധ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനെ പേയ്മെന്റ് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലക്സ് ബോർഡിൽ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണയിലുള്ള നേതാക്കന്മാരുടെ പടങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കഴിവുള്ള നേതാക്കന്മാരുണ്ട്, അവരെ പരിഗണിക്കണം എന്നുള്ള കാര്യവും ഈ ഫ്ലക്സ് ബോർഡിൽ പറയുന്നത്. പെരിന്തൽമണ്ണയിലെ പട്ടാമ്പി റോഡിൽ കരിങ്കല്ലത്താണി ആക്സിസ് ബാങ്കിന്റെ തൊട്ടടുത്തുള്ള ആനമാങ്ങാട് ജംഗ്ഷനിൽ എത്തുന്ന മണലായി റോഡ് ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ നേരത്തെ തന്നെ നജീബ് കാന്തപുരം ഇവിടെ MLA ആകും എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹം തന്നെ തുടരും എന്നുള്ളത് പാർട്ടി നേതാക്കന്മാർ അനൌദ്യോഗികമായിട്ടൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ശരി, ജംഷീർ കോടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.